പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ നല്ല നാളുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. ഇന്നേ ദിവസം സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് നമുക്ക് അല്പം ഒന്ന് ധ്യാനിക്കാം. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. എൻ്റെ ദൈവമേ, ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. എന്നാൽ യഥാർത്ഥ സ്നേഹമുള്ളവർ എത്രയോ ചുരുക്കമാണ്. ഹൃദയത്തെ തെല്ലും സ്പർശിക്കാത്ത ബാഹ്യ പ്രകടനങ്ങൾ കൊണ്ട് മാത്രം ദൈവത്തെ സ്നേഹിക്കുക എന്ന കൽപ്പന നിറവേറ്റിയെന്ന് വിചാരിക്കുന്നവരാണ് അധികം പേരും. ഇതൊരു വഞ്ചനയാണ്, വലിയ തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ നാം വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടാണ് സ്നേഹിക്കേണ്ടത്. നമ്മുടെ ദിവ്യരക്ഷകൻ പറയുന്നതും ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ വാക്ക് പാലിക്കുമെന്നാണ്. ഈ നിയമം വെച്ച് നോക്കിയാൽ ദൈവത്തെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നവർ വളരെ കുറവാണ്. കാരണം കുറച്ച് ആളുകൾക്ക് മാത്രമേ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനാവുന്നുള്ളൂ. എന്നാൽ നമുക്ക് ദൈവസ്നേഹം പോലെ പ്രാധാന്യമർഹിക്കുന്നതായി മറ്റൊന്നുമില്ല. അത് സകല പുണ്യങ്ങളിലും പ്രഥമ സ്ഥാനം വഹിക്കുന്നു. അതുകൂടാതെ സ്വർഗം പ്രാപിക്കുക ആർക്കും സാധ്യമല്ല. അത്രയ്ക്ക് അത്യാവശ്യപ്പെട്ട ഒരു പുണ്യമാണ് ദൈവസ്നേഹം. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ ദൈവത്തെ സ്നേഹിക്കുക എന്നതാണല്ലോ. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ പരിപാവനമായ സ്നേഹം സൃഷ്ട വസ്തുക്കളിൽ അർപ്പിച്ചുകൊണ്ട് അനന്ത സ്നേഹത്തിന് പാത്രമായ ദൈവത്തിന് അത് നാം നിരസിച്ചു കളയുന്നു. ഒരുവൻ ധനത്തെ സ്നേഹിക്കുന്നു, മറ്റൊരുവൻ സുഖത്തെ സ്നേഹിക്കുന്നു. എന്നാൽ ഇവർ ദൈവത്തിന് നൽകുന്നതോ ലോകത്തെ സേവിച്ച് സേവിച്ച് തകർന്നുപോയ ഹൃദയത്തിൻ്റെ നഷ്ടശിഷ്ടങ്ങൾ മാത്രം. അതിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം എത്ര തുച്ഛവും ഭാഗികവുമാണ്. അതിരറ്റ സ്നേഹത്തിന് പാത്രമായ ദൈവത്തിന് ഇത്തരം സ്നേഹം എങ്ങനെയാണ് ചേരുക? സകല നന്മകളും അനന്തമായി അടങ്ങിയിരിക്കുന്ന ദൈവത്തെ സകല സൃഷ്ടികളിലും മേലായി നാം സ്നേഹിക്കേണ്ടതാണ്. ഇപ്രകാരം ഭൗതികമായ നമ്മുടെ സമ്പത്തിനേക്കാൾ, മരിച്ചു പോകുന്ന നമ്മുടെ ജീവനേക്കാൾ കൂടുതലായി ദൈവത്തെ നാം സ്നേഹിക്കണം. ആകെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് നാം അതിര് വയ്ക്കരുത്. അത് നമ്മുടെ സകല വ്യാപാരങ്ങളിലും അത് പ്രതിഫലിക്കണം. യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് നമ്മുടെ ദിവ്യരക്ഷകൻ വിശുദ്ധ പത്രോസിനോട് ചോദിച്ച ചോദ്യം നാം ഓരോരുത്തരോടും ഇന്ന് ചോദിക്കുന്നെങ്കിൽ ആ ശ്രേഷ്ഠനായ അപ്പസ്തോലനെ പോലെ, ഉപകർത്താവെ, ഞാനങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ഒരുപക്ഷെ ഈ വാക്കുകൾ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഗ്രഹിക്കാതെ പലപ്പോഴും നാം ഉച്ചരിച്ചിട്ടുണ്ടാവാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അധരങ്ങൾ കൊണ്ട് മാത്രം എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഉരുവിടുന്നതിലൂടെ അല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. പാപികൾ പോലും ചിലപ്പോഴെല്ലാം ഇങ്ങനെ പറയാറുണ്ടല്ലോ. ദൈവത്തിൻ്റെ നേരെ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന സ്നേഹാർദ്രമായ വികാരങ്ങളിൽ മാത്രമാണ് ദൈവസ്നേഹം അടങ്ങിയിരിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തരം വികാരപരമായ ഭക്തി നമ്മുടെ ശ്രമം കൊണ്ടുണ്ടാകുന്നതുമല്ല. ഇനി നമ്മുടെ കടമകൾ മുഴുവനായി നിറവേറ്റാതെ വല്ലതും കുറേയൊക്കെ കാട്ടിക്കൂട്ടുന്നതിലുമല്ല ദൈവസ്നേഹം ഇരിക്കുന്നത്. പകുതിയായി കൊടുക്കുന്നത് ദൈവത്തിന് സ്വീകാര്യമാകുന്നു. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്ന കൽപ്പനയിൽ നിന്ന് ഈ കടമയുടെ ശക്തി മുഴുവൻ വ്യക്തമാകുന്നുണ്ട്. നമ്മുടെ മുഴുവൻ ഹൃദയത്തോടെ ദൈവത്തെ നാം സ്നേഹിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നാം മുൻഗണന നൽകണം.
അവിടുത്തെ ഉപദ്രവിക്കാതിരിക്കുന്നതിന് നമ്മുടെ സകല സമ്പത്തും ജീവനും കൈവെടിയുവാൻ നാം തയ്യാറായിരിക്കണം. അവിടുത്തെ സ്നേഹത്തിന് വിഘാതമായ യാതൊരു വസ്തുവും നമ്മുടെ സ്നേഹ വിഷയമാകരുത്. ബാധിക്കപ്പെട്ട ഒരു ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിച്ചാൽ അത് മുഴുഹൃദയത്തോടെയുള്ള സ്നേഹമാകുമോ? മുഴുഹൃദയത്തോടെയുള്ള സ്നേഹത്തിന് നമ്മുടെ ദുർവികാരങ്ങളെയും ദുരാശകളെയും എല്ലാം നാം പരിത്യജിച്ചേ മതിയാവും. ഇങ്ങനെ വേണം നാം ദൈവത്തെ സ്നേഹിക്കാനായിട്ട്. ഇനി മുഴുഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവും ബുദ്ധിയും എല്ലാം ദൈവത്തിന് ബലി കഴിച്ച് അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം ഉറപ്പായി വിശ്വസിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവത്തെ പറ്റിയുള്ള സ്മരണ നമ്മുടെ മനസ്സിൽ തുടർച്ചയായിട്ടുണ്ടാവും. അവിടുത്തെ കൂടുതൽ കൂടുതൽ അറിയാനുള്ള ആഗ്രഹം നമ്മിൽ വർദ്ധിച്ചു വരും. എങ്ങനെയാണ് ദൈവത്തെ മുഴുഹൃദയത്തോടെ സ്നേഹിക്കുക? അതിന് നമുക്കുള്ളതെല്ലാം, നമ്മുടെ സമ്പത്ത്, ആരോഗ്യം, കഴിവുകൾ, ഇവയെല്ലാം ദൈവ ശുശ്രൂഷയ്ക്കും ദൈവമഹത്വത്തിനു വേണ്ടി നാം ചെലവിടണം. അത് നമ്മുടെ പരമ അന്ത്യത്തെ ദൈവത്തെ ലക്ഷ്യം വച്ചായിരിക്കണം. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം, ഇപ്രകാരമൊക്കെ ആയിരുന്നോ നാം ദൈവത്തെ സ്നേഹിച്ചു പോകുന്നത്? ആയ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിലേക്കൊന്ന് ചൂഴ്ന്നിറങ്ങി നോക്കാം. നമ്മുടെ ഹൃദയത്തോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, നാം ഏതെങ്കിലും ഒരു സൃഷ്ടവസ്തുവിനെ ദൈവത്തെക്കാൾ അധികമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന്. നമ്മുടെ ബന്ധുക്കൾ, സമ്പത്ത്, ആരോഗ്യം, സ്ഥാനമാനങ്ങൾ, ഇവയെ എല്ലാം സ്നേഹിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ഈ സ്നേഹം ദൈവസ്നേഹത്തിന് കീഴ്പ്പെട്ട് നിൽക്കുകയും വേണ്ടി വന്നാൽ ദൈവത്തെ പ്രതി എല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ സദാ സന്നദ്ധരായിരിക്കും വേണമെന്ന് മാത്രം. യഥാർത്ഥ സ്നേഹമുള്ള ആത്മാവ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും അതിന് അടങ്ങിയിരിക്കാനായിട്ട് സാധിക്കുകയില്ല. സെൻ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, യഥാർത്ഥ സ്നേഹമുള്ള ആത്മാവ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ഒരിക്കലും അടങ്ങിയിരിക്കുകയില്ല എന്ന്. പ്രവൃത്തികളിൽ വെളിപ്പെടാത്ത സ്നേഹം ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ശക്തി അനുസരിച്ചാണല്ലോ സ്നേഹകൃത്യങ്ങളുടെ പ്രകടനവും. സഹോദരനെ, ദൈവസ്നേഹത്തിൽ നിറഞ്ഞിരുന്ന വിശുദ്ധരെ നമുക്കൊന്ന് നോക്കാം. അവർക്കൊന്നും പ്രയാസമുള്ളതായിട്ട് തോന്നിയില്ല. വലിയ ത്യാഗങ്ങൾ അവർ സന്തോഷത്തോടെ സഹിച്ചു. അവരുടെ സമ്പാദ്യമൊക്കെ മുഴുവനും വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുകയും തങ്ങളുടെ ശത്രുക്കളെ മിത്രങ്ങളെ പോലെ സ്നേഹിക്കുകയും ചെയ്തു. കയ്പ് നിറഞ്ഞ പശ്ചാത്താപത്തോടെ അവർ നിത്യവും ജീവിച്ചു. കളിസ്ഥലത്തേക്ക് കുതിക്കുന്നവരെ പോലെയാണ് അവർ തങ്ങളുടെ കൊലക്കളത്തിലേക്ക് പാഞ്ഞു ചെന്നത്. യഥാർത്ഥമായ ദൈവസ്നേഹം പുണ്യപ്പെട്ട ആത്മാക്കളിൽ പുറപ്പെടുവിച്ച പരിപാവനമായ ഫലങ്ങളാണ് ഇവയെല്ലാം. നമ്മുടെ ദൈവസ്നേഹവും ഇതുപോലെ പക്കു ഫലങ്ങൾ ധാരാളം പുറപ്പെടുവിക്കേണ്ടതല്ലേ? നമുക്കും ഈ ദൈവസ്നേഹം സ്വന്തമാക്കാനായിട്ട്, ആഴമായ ദൈവസ്നേഹത്തെ വളരാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. പെട്ടെന്ന് ഭയപ്പെടുകയും നിസ്സാരമായ തടസ്സം പോലും വരുമ്പോൾ നന്മ പ്രവർത്തിയിൽ പിന്തിരിയുകയും ചെയ്യുന്ന ആൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനാവുമോ? ദിവ്യരക്ഷകനും നാം സ്നേഹിക്കുന്നത് പോലെ മാത്രം നമ്മെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തായാലും സംഭവിച്ചേനെ. എന്നാൽ അങ്ങനെയല്ല അവിടുന്ന് നമ്മെ സ്നേഹിച്ചത്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിലെ കഷ്ടതകളും മരണത്തിൻ്റെ ഭയങ്കരമായ യാതനകളും നികൃഷ്ടമായ നിന്ദനങ്ങളും എല്ലാം അവിടുന്ന് സഹിച്ചു. അവിടുന്നാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ഏക മാതൃക. ജീവനുള്ളതാണ് നമ്മുടെ സ്നേഹമെങ്കിൽ അത് പ്രവൃത്തികളിൽ നിന്ന് തെളിയും. സ്നേഹത്തിൻ്റെ ഫലം പ്രവൃത്തിയാണ്. പിതാവായ ദൈവത്തിൻ്റെ നേരെ നാം കാണിക്കുന്ന സ്നേഹം വികാരപരമായിരിക്കാതെ പ്രവൃത്തിപരമായിരിക്കട്ടെ. അത് ദൈവകൽപ്പനകളെ കൃത്യമായി നിറവേറ്റുന്ന അനുസരണയുടെ സ്നേഹമായിരിക്കണം. ഒരു നല്ല ക്രിസ്ത്യാനിയുടെ കടമകൾ വേണ്ടവണ്ണം അനുഷ്ഠിക്കുന്നതായിരിക്കണം ആ സ്നേഹം. അതേപോലെ സഹോദരങ്ങളെ, ഇത്തരമൊരു സ്നേഹമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ആവശ്യപ്പെടാൻ അവിടത്തേക്ക് പല അവകാശങ്ങളുമുണ്ട്. കുരിശുമരണം വഴി നമ്മുടെ മേൽ വർഷിച്ച അളവറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട് നേടിയതാണ് ഈ അവകാശങ്ങൾ. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നത് എത്ര ആനന്ദപ്രദമാണ്. ദൈവത്തെ സ്നേഹിക്കാത്തവൻ ഒരിക്കലും സമാധാനമോ സന്തോഷമോ ഉണ്ടാകുന്നതല്ല. സ്വർഗ്ഗത്തിൽ പോകാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്.
അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊരിക്കൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോഴേ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങാം. ഈ നോമ്പ് കാലത്തിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്നേഹ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ സ്നേഹം എപ്രകാരമുള്ളതാണ്? എല്ലാം കൊടുക്കുവാൻ, എല്ലാം ത്യജിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ വലിയവരായി കണ്ടുകൊണ്ട് സ്നേഹിക്കുവാൻ, ഇങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ നമുക്ക് കണ്ടെത്താം. ഈശോ നമുക്ക് കാണിച്ചു തന്ന ആ സ്നേഹത്തിൻ്റെ, യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കാനുള്ള ആഗ്രഹത്തെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ സമയം ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കുവാനും പുത്രനായ ദൈവത്തിൻ്റെ രക്ഷണീയ കർമ്മത്തിൽ പങ്കുകാരാകുവാനും പരിശുദ്ധാത്മാവായ ദൈവത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനുമായി നമ്മെ വിളിച്ച് ഒന്നിപ്പിച്ചിരിക്കുന്ന ഈ സമയം നമുക്ക് അവിടുത്തെ മുമ്പിൽ ആരാധനയും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിർമ്മലവും പരിശുദ്ധവുമായ ഹൃദയത്തോടുകൂടി ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ സമയം ഞങ്ങൾ പരിശുദ്ധ അമ്മയോടും സ്വർഗത്തിലെ സകല മലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈശോയെ, വിശുദ്ധ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ അനുഭവിച്ചറിയട്ടെ. ഓരോ ദിവസവും പൂർണ്ണതയിലും അങ്ങയുടെ സാദൃശ്യത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയുടെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെ സുതാര്യതയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, അവർക്ക് അനുഭവവേദ്യമാക്കുവാൻ ഞങ്ങൾക്ക് ഇടയാവട്ടെ. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയപ്പെടുന്നവൻ ശിക്ഷയെക്കുറിച്ചാണ് ഭയപ്പെടുന്നത്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണരായിട്ടില്ല എന്ന് യോഹന്നാൻ ശ്ലീഹായിലൂടെ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾ പാടി സ്തുതിക്കട്ടെ. സ്തുതിച്ചാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ, എത്ര പാടിയാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ. ഇതുവരെ നീ ചൊരിഞ്ഞ നന്മകളോർത്തു പോയാൽ ഇനി വരും നാളുകൾ മതി വരുമോ? എത്ര സ്തുതിച്ചാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ, എത്ര പാടിയാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ. ഈ ഗാനം നീ സ്നേഹപൂർവം ഇനിയൊരു സുദിനം വരുമോ എന്നറിയില്ല. സ്വസ്തി സ്വസ്തി സ്വസ്തി, ഒരായിരം സ്വസ്തി.
സുദിനം വരുമോ എന്നറിയില്ല. സ്വസ്തി സ്വസ്തി സ്വസ്തി, ഒരായിരം സ്വസ്തി. സർവം സമർപ്പിച്ച ത്യാഗമേ, നിന്റെ സ്വർഗീയ ദാനങ്ങൾ വർണ്ണ്യമല്ലോ. പ്രിയമാർന്ന മക്കൾക്കു ജീവനേകാൻ നിൻ കരുണാർദ്ര ജീവനെ നൽകിയല്ലോ. ഈ സ്നേഹദാനം സൗഭാഗ്യമല്ലോ, ഈ സ്നേഹഗീതം ആശ്വാസമല്ലോ. നന്ദി ചൊല്ലുന്നിതാ. എത്ര സ്തുതിച്ചാലും നാഥ, തീരുമോ നിന്ദാനങ്ങൾ? എത്ര പാടിയാലും നാഥ, തീരുമോ നിന്ദാനങ്ങൾ? ഇതുവരെ നീ ചൊരിഞ്ഞ നന്മകളോർത്തു പോയാൽ ഇനി വരും നാളുകൾ മതി വരുമോ? ഏകുന്നിദാനം നിൻ സ്നേഹപൂർവം, ഇനിയൊരു സുദിനം വരുമോ എന്നറിയില്ല. സ്വസ്തി സ്വസ്തി സ്വസ്തി, ഒരായിരം സ്വസ്തി. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും വിശ്വസ്തതയും ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മെ നയിക്കുന്നു. ദൈവം അബ്രാഹവുമായി നടത്തിയ ഉടമ്പടി എത്ര ശ്രേഷ്ഠവും മനോഹരവുമാണ്. ഈശോയെ, ഞങ്ങളുടെ ബലഹീനതകളും അയോഗ്യതകളും ഒന്നും പരിഗണിക്കാതെ ഞങ്ങളെ അങ്ങയുടെ സന്നിധിയെ വിളിച്ചൊരുമിപ്പിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നിമിഷം അവിടെ നമ്മളിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് നമുക്ക് അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഓരോ നിമിഷങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. അവയെ മനസ്സിലാക്കാതെ പോയ അവസരങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പ് അപേക്ഷിക്കാം. പുതിയ നിയമത്തിൽ ഈശോ തൻ്റെ കുരിശുമരണവും ഉത്ഥാനവും വഴി മനുഷ്യർക്ക് മുഴുവന് വേണ്ടിയും സ്നേഹത്തിൻ്റെ ഉടമ്പടി നവീകരിച്ചു. ഈ സ്നേഹത്തിൻ്റെ ഉടമ്പടിയിൽ മാമോദിസ സ്വീകരിച്ച എല്ലാവരും പങ്കുകാരാകുന്നു. ആ സ്നേഹം അനുഭവിക്കുവാനും ജീവിക്കുവാനുമുള്ള മാർഗമായി അവിടുത്തെ സ്നേഹത്തിൻ്റെ കൂദാശയായി വിശുദ്ധ കുർബാനയും അനുരഞ്ജനത്തിൻ്റെ കൂദാശ വഴി പാപമോചനവും മറ്റു കൂദാശകൾ വഴി വരപ്രസാദങ്ങളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, അനുദിനവും ദിവ്യബലിയിലൂടെ അനുരഞ്ജന കൂദാശയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രസാദപരങ്ങളുടെ ആഴം അതിനെ അളക്കുവാനോ ഗ്രഹിക്കുവാനോ ഞങ്ങൾ അപ്രാപ്തരാണ്. വിശുദ്ധ കുർബാനയിലൂടെ അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളിൽ സജീവനായി എഴുന്നള്ളി വരുമ്പോഴും പലപ്പോഴും ഞങ്ങൾ അങ്ങയുടെ സ്വരം ശ്രദ്ധിക്കാതെ ഞങ്ങളുടേതായ വഴിയിലൂടെയും തീരുമാനങ്ങളിലൂടെയും ചിന്താഗതികളിലൂടെയും നീങ്ങുന്നു. ഈശോയെ, ഞങ്ങൾ നന്ദിഹീനതയ്ക്ക് മാപ്പ് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. ബലഹീനരും പാപികളുമായി ഞങ്ങളെ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തണമേ. ഓരോ നിമിഷവും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു ഉദാശകളിലൂടെയും
ഞങ്ങളിലേക്ക് വർഷിക്കുന്ന അനുഗ്രഹങ്ങളുടെയും കൃപാവരങ്ങളുടെയും നന്ദിയോടെ സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പരിവർത്തനം വരുത്തുവാനും നാഥ ഞങ്ങളെ സഹായിക്കണമേ. കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം, തൻ്റെ തിരുപുത്രനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സ്നേഹം, അതിൻ്റെ ആഴം അളക്കുവാൻ മനുഷ്യന് അസാധ്യമാണ്. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം ഏറ്റവും പ്രകടമായി കാണുന്നത് പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലുമാണല്ലോ. കൂട്ടം തെറ്റിയ ആടുകളെ തേടുന്ന, പീഡ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന, കൈമോശം വന്ന മനുഷ്യകുലത്തെ അന്വേഷിച്ചിറങ്ങുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ, നഷ്ടപ്പെട്ട ആടിൻ്റെ പിന്നാലെ പോകുന്ന ഇടയൻ്റെയും നഷ്ടപ്പെട്ട നാണയം തിരയുന്ന സ്ത്രീയുടെയും തന്നെ ആശ്രയിച്ച് സ്വീകരിക്കാൻ ഇറങ്ങുന്ന പിതാവിൻ്റെ ഉപമകളിൽ തങ്ങി നിൽക്കുന്നത് അങ്ങ് നൽകുന്ന സന്ദേശം വെറുതെ ചെയ്ത ചിന്തകളല്ലല്ലോ. ദൈവപിതാവിൻ്റെ മനുഷ്യരോടുള്ള അചഞ്ചലമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, അങ്ങയുടെ കുരിശുമരണം ദൈവമനുഷ്യനോട് കാണിച്ച സ്നേഹത്തിൻ്റെ പരമകാഷ്ഠയാണല്ലോ. കുരിശിൽ മരിച്ച യേശുവിൻ്റെ വളർക്കപ്പെട്ട ഹൃദയം നമ്മോട് പറയുന്നു, മനുഷ്യവർഗത്തെ ഇത്രയധികം സ്നേഹിച്ച ഹൃദയം കണ്ടാലും ആ പിളർക്കപ്പെട്ട ഹൃദയത്തെ, ഈശോയുടെ സ്നേഹജ്വാല കത്തി നിൽക്കുന്ന തിരുഹൃദയത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്നേഹിക്കാം. പിതാവായ ദൈവം തൻ്റെ തിരുപ്പുത്രനിലൂടെ നമ്മിലേക്ക് ചൊരിയുന്ന സ്നേഹത്തിന് അല്പമെങ്കിലും പ്രതിസ്നേഹം നൽകാൻ നമുക്ക് കടമയുണ്ട്. അവിടുത്തോടുള്ള സ്നേഹത്തിൽ വളരുന്നതിന് നമുക്ക് നിരന്തരമായി പരിശ്രമിക്കാം. ദൈവസ്നേഹം വെളിപ്പെടുത്തുന്ന തിരുവചനങ്ങൾ പഠിക്കുകയും ഓർമ്മയെ സൂക്ഷിക്കുകയും പ്രാർത്ഥനാപൂർവ്വം ഉരുവിടുകയും ചെയ്തുകൊണ്ട് സ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്തെന്നാൽ അവനിൽ വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകനാഥനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാം. രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാം. എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത്? രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാം. നൽകി മക്കളെ ധന്യരാക്കാം. ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ
സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാൻ ജീവിതത്തിൻ നൊമ്പരപ്പാടുകൾ സൗഖ്യമാക്കി എന്നെ സ്വന്തമാക്കാൻ അളക്കുവാനാവുമോ നിൻ സ്നേഹം മറക്കുവാനാവുമോ നിൻ ത്യാഗം അളക്കുവാനാവുമോ നിൻ സ്നേഹം മറക്കുവാനാവുമോ നിൻ ത്യാഗം മറക്കുവാനാവുമോ നിൻ ത്യാഗം എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത് തിരുവോസ്തിയായി മറഞ്ഞിരിക്കുന്നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ തിരുവോസ്തിയായി മറഞ്ഞിരിക്കുന്നീ പൂജ്യമാം സക്രാരി തന്നിലായി നീ അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടെൻ്റെ ഹൃത്തിലേക്ക് അനുതാപമോടെ അണഞ്ഞിടുമ്പോൾ സക്രാരി വിട്ടെൻ്റെ ഹൃത്തിലേക്ക് സക്രാരി വിട്ടെൻ്റെ ഹൃത്തിലേക്ക് എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായത് രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാം രക്തശരീരമാം ദിവ്യഭോജ്യം നൽകി മക്കളെ ധന്യരാക്കാം എന്തിനാണെൻ്റെ ഈശോ കാൽവരി ക്രൂശിൽ ബലിയായ